ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്റഡ് കാറ്റഗറി 2 തന്നെ പാർട്ട് 3 ലാംഗ്വേജിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു ഡിസ്കഷൻ നമുക്ക് ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം തന്നെയാണ്. ആദ്യം എന്താണ് ഒരു ഗദ്യഭാഗമാണ് തന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് അതിന്റെ ആൻസേഴ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് വായിക്കുന്നില്ല, പാസേജ് വായിക്കുന്നില്ല, ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 121. നമ്മുടെ മണ്ണിന്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ പാടുന്നതിന്റെ പ്രശ്നം എന്താണെന്നാണ് ലേഖകൻ പറയുന്നത്. അത് ഉഷ്ണപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാനമാണ്. ശൈത്യരാജ്യങ്ങളിലെ കാലാവസ്ഥയ്ക്ക് യോജിക്കില്ല. അത് നമ്മുടെ ദേശത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിക്കില്ല. വൈദേശിക ഗാനങ്ങൾക്ക് അടിമപ്പെടുന്നത് ശരിയല്ല. ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. അത് നമ്മുടെ ദേശത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിക്കില്ല. അപ്പൊ എപ്പോഴും പാസേജ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം പാസേജ് വായിക്കാമെന്നുണ്ടെങ്കിൽ വേഗം നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം എങ്ങനെയായാലും നമ്മുടെ മനസ്സിലേക്ക് ആ കുറെ വേർഡ്സും ആ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് ഓടി വരും. അപ്പൊ അത് വെച്ചിട്ട് വേഗം നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പൊ 121ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 122. വിദേശ ഭാഷയെ വീട്ടുഭാഷയാക്കിയതിന്റെ ഫലം എന്തായിരുന്നു? സാമൂഹിക അംഗീകാരം വർദ്ധിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ സജ്ഞതകൾ പോലും നഷ്ടപ്പെടുന്നു. പ്രാദേശിക സംസ്കാരങ്ങൾ കൂടുതൽ വികസിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. കുടുംബ ബന്ധങ്ങളുടെ സജ്ഞകൾ പോലും നഷ്ടപ്പെടുന്നു. ഓക്കെ, 123ാമത്തെ ചോദ്യം. ജീവിതം വ്യർത്ഥമാകുമെന്ന് പേടിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇംഗ്ലീഷ് ഭാഷ അറിയില്ലെങ്കിൽ, കന്നഡ ഭാഷ അറിയില്ലെങ്കിൽ, എഴുത്തുകാരെ അറിയില്ലെങ്കിൽ, സ്വന്തം നാടിന്റെ വിചാരധാരയെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ. ജീവിതം വ്യർത്ഥമാകുമെന്ന് ലേഖകൻ പറഞ്ഞത് എപ്പോഴാണ്? ഇംഗ്ലീഷ് ഭാഷ അറിയില്ലെങ്കിൽ. ഓക്കെ, 124. കളഞ്ഞു കുളിക്കുക എന്ന പ്രയോഗത്തിന്റെ വാക്യ സന്ദർഭത്തിലെ അർത്ഥം എന്താണ്? നിലവിട്ട് പെരുമാറുക, കരിങ്കാലിപ്പണി ചെയ്യുക, അടിയോടെ തെറ്റുക, പൂർണ്ണമായും നശിക്കുക. ഏതാണ് ആൻസർ വരുന്നത്? കളഞ്ഞു കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത്? പൂർണ്ണമായും നശിപ്പിക്കുക. അടുത്ത 125ാമത്തെ ചോദ്യം. ലേഖകന്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിന്റെ ആയുധം എന്തായിരുന്നു? മതപരമായ വിഭജനം, ഇംഗ്ലീഷ് ഭാഷ വ്യാപിപ്പിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക, പ്രാദേശിക ഭാഷകളെ ശക്തിപ്പെടുത്തുക. എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിന്റെ പ്രധാന കാരണം? അല്ലെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് ഭാഷ വ്യാപിപ്പിക്കുക. 125ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 126 മുതൽ 130 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു എന്താണ് പോയം തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 126ാമത്തെ ചോദ്യം. അനുവേലം എന്ന പദത്തിന്റെ സന്ദർഭത്തിലെ അർത്ഥം എന്ത്? മറക്കാനാവാത്ത, തീവ്രമായ, ചുവന്നു തൊടുത്ത, എപ്പോഴും. അനുവേലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും. 126ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 127ാമത്തെ ചോദ്യം. പനിനീർ പൂവിന്റെ നിറം ചൊക ചൊകയായി മിന്നുന്നത് എന്തുകൊണ്ട്? കവിക്ക് പ്രിയപ്പെട്ട വർണ്ണമായതുകൊണ്ട്, ചുവപ്പിന് ശോഭ കൂടുതലായതുകൊണ്ട്, ആരും നുകരാത്തത് കൊണ്ട്, പച്ച പകൽ വെളിച്ചമേറ്റ്. എന്തുകൊണ്ടാണ് പനിനീർപ്പൂവിന്റെ ഗന്ധം ചൊക ചൊകയായത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ചുവപ്പിന് ശോഭ കൂടുതലായതുകൊണ്ട്. ഓക്കെ, 128ാമത്തെ ചോദ്യം. അനുരാഗ ചഷകം എന്ന പ്രയോഗത്തിലെ ചമൽക്കാര ഭംഗിക്ക് അടിസ്ഥാനമായ സവിശേഷത ഏതാണ്? വർണ്ണ്യത്തിനും അവർണ്യത്തിനും അഭേദം കൽപ്പിക്കുന്നു. ഉപമാനോ ഉപമേയങ്ങൾക്ക് ബിംബ പ്രതിബിംബ ഭാവം കൽപ്പിക്കുന്നു. ഉപമാനങ്ങൾക്ക് സാദൃശ്യം കൽപ്പിക്കുന്നു. വർണ്ണ്യം അവർണ്യമാണോ എന്ന് ബലമായി ശങ്കിക്കുന്നു. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. വർണ്ണ്യത്തിനും അവർണ്യത്തിനും അഭേദം കൽപ്പിക്കും. നമുക്കറിയാം എന്താണ് വർണ്ണത്തിന് അവർണ്യത്തോട് അഭേദം ചൊൽക രൂപകം എന്ന രൂപകത്തിന്റെ നമ്മൾ എക്സ്പ്ലനേഷൻ പറയുന്നത് തന്നെ അങ്ങനെയാണ്, അല്ലെ? ഓക്കെ, 129ാമത്തെ ചോദ്യം. കവിയുടെ പാട്ടുകൾ തുടുപ്പാർന്നത് എങ്ങനെ? പനിമലരിന്റെ ചുവപ്പിനാൽ, നീലാകാശത്തിന്റെ തിളക്കത്താൽ, പ്രണയത്തിൻ നിറത്താൽ, ആർക്കും ആസ്വദിക്കാൻ പറ്റാത്തതിനാൽ. ഇപ്പൊ കവിയുടെ പാട്ടുകൾ തുടുപ്പാർന്നത് എങ്ങനെയാണ്? പ്രണയത്തിന്റെ നിറത്താലാണ് പാട്ടുകൾ തുടുപ്പാർന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 130. അപ്പൊ നമ്മുടെ എന്താണ് ആ ഒരു സെഷൻ, അതായത് കോംപ്രിഹെൻഷൻ പാസേജും പോയവും കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. നിരൂപകന്മാർ ഉറക്കെ ഉറക്കെ പറയുന്നത് എന്താണ്? കഥകളാണ് അനുഭവങ്ങൾക്ക് നിദാനം. അന്തരാത്മാവിന്റെ അമൃത് എന്താണെന്ന് കവികൾക്ക് അറിയില്ല. കവിതകളെല്ലാം
അസുന്ദരങ്ങളാണ്. അനുഭവമുള്ളവർക്കേ സുന്ദര കലാസൃഷ്ടി നടത്താനാകൂ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അനുഭവമുള്ളവർക്കേ സുന്ദര കലാസൃഷ്ടി. എല്ലാം ഈ എഴുതുന്ന കവിതകളും കഥകളും ഒക്കെ എന്താണ്, അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സംഭവങ്ങളായിരിക്കും. അപ്പം അനുഭവത്തിലൂടെ മാത്രമേ നല്ല രീതിയിൽ കലാസൃഷ്ടി നടത്താൻ കഴിയൂ എന്നാണ് നിരൂപകന്മാർ ഉറക്കെ ഉറക്കെ പറയുന്നത്. 131 ചോദ്യം. മാതൃഭാഷാ പഠനത്തിൽ വ്യവഹാര രൂപങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച നിരീക്ഷണങ്ങളിൽ ശരിയായത് ഏത്? ഭാഷയുടെ ആശയ സമഗ്രതയ്ക്കും ഭാവസമഗ്രതയ്ക്കുമാണ് വ്യവഹാര രൂപങ്ങളിൽ രൂപഘടനയേക്കാൾ പ്രാധാന്യം. ദൈനംദിന വ്യവഹാര രൂപങ്ങൾ മാത്രമേ ഭാഷാ പഠനത്തിൽ പരിഗണിക്കേണ്ടതുള്ളൂ. സാഹിത്യ വ്യവഹാര രൂപങ്ങളാണ് ഭാഷാ പഠനത്തിൽ മുഖ്യമായി ഉൾപ്പെടുത്തേണ്ടത്. വ്യവഹാര രൂപങ്ങളുടെ രൂപഘടനയ്ക്കാണ് ഭാഷാ പഠനത്തിൽ പ്രാമുഖ്യം നൽകേണ്ടത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഭാഷയുടെ ആശയ സമഗ്രതയ്ക്കും ഭാവസമഗ്രതയ്ക്കുമാണ് വ്യവഹാര രൂപങ്ങളിൽ രൂപഘടനയേക്കാൾ പ്രാധാന്യം. 131 ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 132. കാഴ്ചയുടെ കാര്യത്തിൽ പരിമിതിയുള്ള കുട്ടികളെ ഉൾക്കൊള്ളൽ ക്ലാസ് മുറി സങ്കല്പത്തിന് യോജിച്ച വിധത്തിൽ പരിഗണിക്കുന്നതിന് ഏറ്റവും മികച്ച സമീപനം ഏതാണ്? കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. പഠന പ്രവർത്തനത്തിൽ മറ്റ് ഇന്ദ്രിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, യോജിച്ച ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ ഉപയോഗിക്കുക, പലവട്ടം ആവർത്തിച്ച് എഴുതി പഠിപ്പിക്കുന്നതിന് അവസരം നൽകുക, അക്ഷരാവതരണ രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. ഏതായിരിക്കും ഏറ്റവും യോജിച്ച പഠന പ്രവർത്തനം? പഠന പ്രവർത്തനങ്ങളിൽ മറ്റ് ഇന്ദ്രിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, 132 ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 133. കുട്ടിയുടെ ഭാഷയിലെ തെറ്റുകളെ തിരുത്തുന്നത് സംബന്ധിച്ച് ചുവടെ കൊടുത്ത നിർദ്ദേശങ്ങളിൽ ശരിയായത് ഏത്? തെളിവുകൾ നൽകി മെച്ചപ്പെടുത്തലിലേക്ക് നയിക്കുകയാണ് ചെയ്യേണ്ടത്. തെറ്റുകൾ അപ്പോൾ അധ്യാപിക തിരുത്തി നൽകണം. തെറ്റുവരുന്ന പദങ്ങൾ പലതവണ ആവർത്തിച്ചു പറയുകയും എഴുതുകയും ചെയ്യണം. കുട്ടിയുടെ മികവുകളെ പരിഗണിക്കുകയും പരിമിതികളെ അവഗണിക്കുകയും വേണം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. തെളിവുകൾ നൽകി മെച്ചപ്പെടുത്തലിലേക്ക് നയിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് 134 ചോദ്യം. മൂല്യനിർണയ ചോദ്യങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ സംബന്ധിച്ച് ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നിർദ്ദിഷ്ട പഠന ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ഓർമ്മശക്തി പരിശോധിക്കുന്നതിന് ഉതകുന്നവയാകണം ചോദ്യങ്ങൾ. ഏതാണ് ശരിക്കും വരുന്ന പ്രസ്താവന? ഒന്ന് മാത്രമാണ് ശരി. എന്താണ്? ഓർമ്മശക്തി പരിശോധിക്കുന്നതിന് പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഏതാണ് വരുന്നത്? 134 ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 135. ചുവടെ നൽകിയവയിൽ ബഹുമുഖ സിദ്ധി സമീപനത്തിന് യോജിച്ച ക്ലാസ് റൂം പ്രവർത്തനം ഏതാണ്? ഒരു കഥാഭാഗം, കവിത, ചിത്രം, കഥാപ്രസംഗം തുടങ്ങി വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാൻ അവസരം നൽകുന്നു. അധ്യാപിക പ്രഭാഷണ രീതിയിൽ മാത്രം ക്ലാസ് കൈകാര്യം ചെയ്യുന്നു. തെറ്റിയ പദങ്ങൾ കുട്ടികൾ 100 തവണ ആവർത്തിച്ചെഴുതുന്നു. പഠനപ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി ക്ലാസുകൾ നടത്തപ്പെടുന്നു. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. ഒരു കഥാഭാഗം, കവിത, ചിത്രം, കഥാപ്രസംഗം തുടങ്ങി വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാൻ അവസരം നൽകുന്നു. അടുത്തത് 136 ചോദ്യം. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ഏത് കവിയുടേതാണ്? വളരെ പ്രസിദ്ധമായ വരികളാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, കടമനിട്ട രാമകൃഷ്ണൻ. ആരുടെ വരികളാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന വരികൾ. 136 ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 137. ചുവടെ നൽകിയവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏത്? നമുക്കറിയാം കേവലക്രിയയുണ്ട്, പ്രയോജക ക്രിയയുണ്ട്. അതിൽ പ്രയോജക ക്രിയയുടെ ഉദാഹരണം ഏതാണ്? കൂട്ടുക, കളിക്കുക, തിന്നുക, പാടുക. കൂട്ടുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നതാണ് അല്ലെ. ബാക്കിയെല്ലാം എന്താണ്? സ്വയം ചെയ്യുന്നതാണ്. അപ്പൊ പ്രയോജക ക്രിയ ഏതാണ്? ഓപ്ഷൻ എ കൂട്ടുകയാണ് ഉത്തരമായിട്ട് വരുന്നത്. 138. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇച്ഛാപൂർവമല്ലാത്ത ഭാഷാ സന്ദർഭങ്ങളിൽ മുഴുകുമ്പോഴാണ് ഭാഷാ സമാർജനം നടക്കുന്നത്. സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് ഭാഷാ പഠനം പോഷിപ്പിക്കപ്പെടുന്നത്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണെന്നാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 139 ചോദ്യം. അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആകപ്പാടെയുള്ള ചന്തം, പുറമേക്ക് സ്നേഹം കാണിച്ചു ചതിക്കുന്നവൻ, സുന്ദരനായ പുരുഷൻ, പച്ച ശൃംഗാരി. അഴകിയ രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം അല്ല, ഒരു ശൈലിയുടെ അർത്ഥം എന്താണ്? പച്ച ശൃംഗാരി എന്നാണ്. ഓക്കെ,
അടുത്ത 140 ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏത് മലയാള നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഏതിനാണ്? മനുഷ്യനൊരു ആമുഖം, മീശ, ആരാച്ചാർ, ആത്രേയകം. ഏതിനാണ്? മീശയ്ക്കാണ് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. 141. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മികച്ച പാഠാനുഭവങ്ങളും പഠന സാമഗ്രികളും ലഭ്യമാക്കുന്നതിനായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? സഹിതം, സമ്പൂർണ്ണ, സമന്വയ, സമഗ്ര പ്ലസ്. ഏതാണ്? സമഗ്ര പ്ലസ് ആണ്. ഓക്കെ. ഓപ്ഷൻ 141 ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്തത് വരികളാണ് തന്നിരിക്കുന്നത്. സ്വാരപ്രഭേഴും ദീപ വരത്താൽ അഗൃഹാന്തരം താരവ്രജത്താൽ വാനം പോൽ പാരം ശോഭിച്ചിരുന്നിതേ. ഈ വരികളുടെ ഉപമേയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നക്ഷത്ര ശോഭിതമായ ആകാശം, ശോഭിച്ചിരിക്കുന്നിതേ, ദീപ്തമായ ഗൃഹാന്തരം, സ്വാരപ്രഭേഴും പോൽ. എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ദീപ്തമായ ഗൃഹാന്തരത്തെ കുറിച്ചാണ് ഈ 4 വരികളിലായിട്ട് പറയുന്നത്. 142 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 143. ചുവടെ പിരിച്ചെഴുതുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? മഴ അധികമില്ല, കൈ അധികം അക്ഷരം, വഴി അധികം അമ്പലം, ആയി അധികം എങ്കിൽ. ഏത് വരും? ആയി അധികം എങ്കിൽ, ആയെങ്കിൽ. അല്ലെ? അതാണ് അവിടെ വ്യത്യസ്തമായിട്ട് ഉള്ളത്. കൂട്ടത്തിൽ പെടാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 144 ചോദ്യം. ചുവടെ കൊടുത്തവയിൽ വ്യാകരണപരമായി ശരിയായ വാക്യം ഏത്? ഏതാണ്ട് 1000ഓളം കൊല്ലം പഴക്കമുണ്ടായിരുന്നു. ഗാംഭീര്യവും സുന്ദരവുമായ പ്രഭാഷണമായിരുന്നു അത്. സാമ്പത്തികമായി അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അജ്ഞതയും അശ്രദ്ധയുമാണ് എഴുത്തിൽ പിഴവുകൾ സംഭവിക്കുന്നതിന് കാരണം. അപ്പൊ എന്താണ് ശരിയായ വ്യാകരണപരമായി ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 144 ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത 145. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ഒന്നിലും താല്പര്യമില്ലാത്ത മനോഭാവം, സുഖവും ദുഃഖവും ഒരേപോലെ കാണണം, ധർമ്മസങ്കടത്തിൽ പെടുക, ഉത്തമന്മാർക്ക് എത്ര താഴ്ച വന്നാലും അധമരെ പോലെ പെരുമാറുകയില്ല. അപ്പൊ എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി, ധർമ്മസങ്കടത്തിൽ പെടുക. 146 ചോദ്യം. ഭാഷാ പഠനത്തിൽ ജ്ഞാന നിർമ്മിതിക്കായി സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മുഖാമുഖം നൽകാൻ കഴിയുന്ന അനുഭവങ്ങൾ ഡിജിറ്റലായി നൽകേണ്ടതില്ല. ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ആശയങ്ങളുടെ വിശകലനത്തിനായിരിക്കണം ഊന്നൽ നൽകേണ്ടത്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 147 ചോദ്യം. ചുവടെ വിഗ്രഹിച്ചെഴുതുന്നവയിൽ ശരിയായത് ഏത്? സ്വർഗതുല്യം, സ്വർഗം പോലെ തുല്യം, കാഞ്ചന കലശം, കാഞ്ചനവും കലശവും, സംസാര സാഗരം, സംസാരമാകുന്ന സാഗരം, മണ്ണെണ്ണ, മണ്ണിന്റെ എണ്ണ. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് വിഗ്രഹിച്ച് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. സംസാര സാഗരം, സംസാരമാകുന്ന സാഗരം. 148 ചോദ്യം. ചുവടെ കൊടുത്തവയിൽ വിമർശനാത്മക ചിന്തയ്ക്ക് അവസരമില്ലാത്ത ചോദ്യം ഏത്? കുട്ടികളിലെ എഴുത്തിലെയും വായനയിലെയും പിഴവുകൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഭാഷാ സമഗ്രതാ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തക്കുറവിന് കാരണം എന്തെല്ലാം ആവാം? കുട്ടികൾക്ക് ജന്മസിദ്ധമായ ഭാഷാ ഘടകം ഉണ്ട് എന്ന വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പൊ ഇതില് ഓപ്ഷൻ എയും സിയും ഡിയും 3 ചോദ്യത്തിന് എന്താണ് പല ഉത്തരങ്ങൾ വരാം. അതിലൊരു ഒറ്റ ഉത്തരം മാത്രം വരുന്ന ചോദ്യം എന്താണ്? ഭാഷാ സമഗ്രതാ ദർശനത്തിന്റെ ഉപജ്ഞാതാവ്. അതിനൊരു ഒറ്റ ഉത്തരം മാത്രമേ വരുള്ളൂ അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന 148 ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ബി ആണ്. ഭാഷാ സമഗ്രതാ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? 149 ചോദ്യം. ചുവടെ നൽകിയ വരികളുടെ ചൊൽ വടിവിലുള്ള വരികൾ ഏത്? അപ്പൊ എന്താണ്? നമ്മുടെ ഇതാണ് സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വരുന്നത്? മതി മതി പതിയോടും പറവൂതും ചെയ്തു കാന്ത മതി മതി കദശന മതീവ മൂല്യം, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ, സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ ക്രന്ദനം ചെയ്തുരുളുന്നു കാൺകെനി, ചെയ്തരുളുന്നു കാൺകെനി, ചെയ്തുരുളുന്നു കാൺകെനി, എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. ഏതാണ് വരുന്നത്? അപ്പൊ ഏത് വരികൾ സമാന താളത്തിൽ ഉള്ള വരികൾ ചോദിച്ചാലും എന്താണ്? അക്ഷരങ്ങൾ എണ്ണി നോക്കുക, അതേ അക്ഷരങ്ങളുള്ള വരികൾ കണ്ടെത്തുക. അപ്പൊ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
അങ്ങനെ നമ്മൾ ഈ ഒരു സെഷൻ നമ്മുടെ മലയാളത്തിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുവടെ പറയുന്നവയിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠന മികവിന് ഏറ്റവും യോജിച്ച സമീപനം ഏത്? പരിമിതികൾ ഓർത്ത് വിഷമം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുക. പഠിക്കാൻ കഴിയാത്തത് അവരുടെ പരിമിതികൾ കൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പഠന പ്രവർത്തനങ്ങളിൽ അവരുടെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് അനുരൂപീകരണം നടത്തുക. പരിമിതികൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക. എന്തായിരിക്കും ഉത്തരം വരുന്ന? ഓപ്ഷൻ സി ആണ് അല്ലെ. പഠന പ്രവർത്തനങ്ങളിൽ അവരുടെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് അനുരൂപീകരണം നടത്തുക. അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഭാഗത്തേക്ക് പോകാം. പാർട്ട് 3 ഇംഗ്ലീഷ്. അവിടെ എന്താണ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ. The natural home or environment of a plant, animal or other organism is called dash. Ecosystem, habitat, population, biodiversity. എന്ത് വരും ആൻസർ? ഹാബിറ്റാറ്റ് ആണ്. ഒരു നാച്ചുറൽ ഹോമിന് അല്ലെ എന്തായാലും ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും ഓർഗാനിസം ആണെങ്കിലും അതിന്റെ നാച്ചുറൽ ഹോമിന് നമ്മൾ എന്തെന്ന് പറയും? ഹാബിറ്റാറ്റ് എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 122. വാട്ട് റോൾ ഡു ടൈഗേഴ്സ് പ്ലേ ഇൻ ദി എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിലെ ടൈഗേഴ്സിന്റെ റോൾ എന്താണ്? പ്രേ, പ്രിഡേറ്റർ, ഡീകമ്പോസർ, പ്രൊഡ്യൂസർ. എന്താണ്? പ്രിഡേറ്റർ ആണ് അല്ലെ. ഇര പിടിച്ച് ജീവിക്കുന്ന മൃഗമാണ് എന്തെന്ന് പറഞ്ഞ ടൈഗർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 123. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദി മെയിൻ റീസൺസ് ഫോർ ദി ഡിക്ലൈൻ ഇൻ ടൈഗർ പോപ്പുലേഷൻ? അപ്പൊ ടൈഗറിന്റെ അതായത് എന്താണ് കടുവകളുടെ ഒരു സംഖ്യ കുറയാനുള്ള കാരണം എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്ട്, ക്ലൈമറ്റ് ചേഞ്ച്, ലാക്ക് ഓഫ് പ്രേ. എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്റ്റ് ആണ്. 123 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 124. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വേ ടു സപ്പോർട്ട് ടൈഗർ കൺസർവേഷൻ? ഹാൻഡിംഗ് ഓവർ ദ പ്രോജക്ട് ടു ട്രസ്റ്റഡ് കൺസർവേഷൻ ഗ്രൂപ്സ്, ലെൻഡിംഗ് എ ഹാൻഡ് ഇൻ ടൈഗർ കൺസർവേഷൻ പ്രോജക്ട്സ്, എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് ആനിമൽ വെൽഫെയർ, ഡ്രൈവിംഗ് അവേ ദി അതർ ആനിമൽസ് ഇൻ ദി സറൗണ്ടിങ് ഏരിയ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. ഡ്രൈവിംഗ് അവേ ദി അതർ ആനിമൽസ് ഇൻ ദി സറൗണ്ടിങ് ഏരിയ. ക്വസ്റ്റ്യൻ നമ്പർ 125. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എഫേർട്ട് ടു പ്രൊട്ടക്ട് ടൈഗേഴ്സ്? ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇംപ്ലിമെന്റിംഗ് ആന്റി പോച്ചിങ് ലോസ് ആൻഡ് എൻഫോഴ്സ്മെന്റ്, പ്രൊമോട്ടിംഗ് കോ എക്സിസ്റ്റൻസ് വിത്ത് ടൈഗേഴ്സ്, ഓൾ ദി എബോവ്. എന്ത് വരും ആൻസർ? ഓൾ ദി എബോവ്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 126. വിച്ച് വേർഡ് ഇൻ ദ പാസേജ് മീൻസ് എ വെറ്റ്ലാൻഡ്? വെറ്റ്ലാൻഡിന്റെ മീനിങ് എന്താണ്? ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, സ്വാമ്പ്, വാലി. ഏതാണ്? സ്വാമ്പ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. വെറ്റ്ലാൻഡ് നമുക്കറിയാം. ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, വാലി. അതിന്റെ മൂന്നിന്റെ മീനിങ് അറിയാം. സോ അതിന്റെ മൂന്ന് എന്താണ്? വെറ്റ്ലാൻഡിന്റെ അർത്ഥമായിട്ട് വരില്ല. അപ്പൊ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി സ്വാമ്പ് ആണ്. ഓക്കെ, 127. ഹൗ മച്ച് വുഡ് ബി ദി ഇമ്പാക്ട് ഓഫ് ടൈഗർ എക്സ്റ്റൻഷൻ ഓൺ ദി എക്കോസിസ്റ്റം? മിനിമൽ, സിഗ്നിഫിക്കന്റ്, മോഡറേറ്റ്, കറ്റാസ്ട്രോഫിക്. എന്താണ് വരുന്നത്? കറ്റാസ്ട്രോഫിക് ആണ് വരുന്നത് അല്ലെ. ടൈഗറിന്റെ ഒരു എക്സ്റ്റൻഷന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്താണ്? കറ്റാസ്ട്രോഫിക് ആണ്. 128. വിച്ച് വേർഡ് ഇൻ ദ പാസേജ് മീൻസ് ടു ഹണ്ട് ഓർ ക്യാപ്ചർ വൈൽഡ് ആനിമൽസ്? അല്ലെ. വൈൽഡ് ആനിമൽസിനെ ഹണ്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുക എന്നുള്ള മീനിങ് വരുന്ന ഒരു വേർഡ് ഏതാണ്? ഡ്വിൻഡിൽ, കൊളാപ്സ്, എൻഡേഞ്ചർ, പോച്ച്. എന്ത് വരും? പോച്ച് ആണ് അല്ലെ. 128ന്റെ ആൻസർ ഓപ്ഷൻ ഡി പോച്ച് ആണ് വരുന്നത്. 129. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മെഷർ ഫോർ പ്രിവെന്റിംഗ് ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്ട്? ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്റ്റിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷർ അല്ലാത്തത് ഏത്? നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ച് പീപ്പിൾ അബൌട്ട് ടൈഗർ ബിഹേവിയർ, അഡ്വൈസ് ഹ്യൂമൻസ് നോട്ട് ടു ഹണ്ട് ടൈഗേഴ്സ്, യൂസ് ടൈഗർ പ്രൂഫ് ഫെൻസിംഗ്, എസ്റ്റാബ്ലിഷ് റാപ്പിഡ് റെസ്പോൺസ് ടീംസ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അഡ്വൈസ് ഹ്യൂമൻസ് നോട്ട് ടു ഹണ്ട് ടൈഗേഴ്സ്. ഓപ്ഷൻ ബി. 130ാമത്തെ ചോദ്യമാണ്. വാട്ട് ഡസ് ദി വേർഡ് കോ എക്സിസ്റ്റൻസ് മീൻ ഇൻ ദി പാസേജ്? കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു പാസേജിന്റെ മീനിങ് എന്താണ്? സോറി, ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ്? ലിവിംഗ് ടുഗെദർ ഇൻ ഹാർമണി, ലിവിംഗ് സെപ്പറേറ്റ്ലി ആൻഡ് എപ്പാർട്ട്, ലിവിംഗ് ടുഗെദർ ഇൻ കോൺഫ്ലിക്ട്, ലിവിംഗ് ഇൻ ഐസൊലേറ്റഡ് ഗ്രൂപ്പ്സ്. എന്ത് വരും ആൻസർ? ഓപ്ഷൻ എ ആണ്. ലിവിംഗ് ടുഗെദർ ഇൻ ഹാർമണി. ഓക്കെ, അപ്പം ആദ്യത്തെ 10 ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ എന്താണ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ഏരിയയിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 131. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് എ പോയം ഈസ് ഡാഷ്?
പോയം പഠിപ്പിക്കുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഡെവലപ്പ് എസ്തെറ്റിക് സെൻസ്, ടു യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓറലി, ടു എക്സ്പ്രസ് ഐഡിയാസ് ത്രൂ റൈറ്റിംഗ്, ടു ലേൺ മോറൽസ് ആൻഡ് വാല്യൂസ്. എന്ത് വരും ആൻസർ? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. ടു ഡെവലപ്പ് എസ്തെറ്റിക് സെൻസ്. ടു ഡെവലപ്പ് എസ്തെറ്റിക് സെൻസ്. ഓക്കെ, 132. The words that a person understands but doesn't use in speaking or writing is called dash. Active vocabulary, passive vocabulary, ad hoc vocabulary, productive vocabulary. എന്തായിരിക്കും വരുന്നത്? യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പാസീവ് വൊക്കാബുലറി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 133. A teacher helps the learners summarize what has been taught in the class by making them retell the information. This is a dash. Pre-reading activity, post-reading activity, pre-listening activity, while reading activity. എന്താണ്? പഠിപ്പിച്ചതിന് ശേഷം സമ്മറൈസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാനാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതെന്തായിരിക്കും വരുന്നത്? പോസ്റ്റ് റീഡിംഗ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 134. You are checking the price of a specific item in a catalog. What type of reading is this? Extensive reading, intensive reading, skimming, scanning. ഇപ്പൊ എന്താണ് വരുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ ഐറ്റത്തിന്റെ മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കും? സ്കാനിങ് ആയിരിക്കും അല്ലെ. സ്പെസിഫിക് ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. 134ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 135. Fill in with the correct options given. They dash with a great idea for a new product. Come on, come across, come up, come in. Sorry, come അല്ല, എല്ലാവരും came ആണ് അല്ലെ. Came on, came across, came up, came in. എന്ത് വരും ആൻസർ? They came up with a great idea for a new product. മുന്നോട്ടേക്ക് വന്നു, came up എന്നുള്ള മീനിങ്ങിൽ വരും. അടുത്ത 136. Choose the expression which conveys gratitude. നന്ദി സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഏതാണ്? Do you have to wear a tie for school? What do you advise me to do? I will never forget your support and kindness. Please provide your contact information for future reference. എന്ത് വരും ആൻസർ? ഓപ്ഷൻ സി ആണ്. I will never forget your support and kindness. ഓപ്ഷൻ സി ആണ്. 136ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 137. Which pair does not match? മാച്ച് ചെയ്യാത്ത പെയർ ഏതാണ്? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ഫോക്കസ് ഓൺ ഫ്ലുവൻസി, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ, സജസ്റ്റോപീഡിയ, ദ യൂസ് ഓഫ് മ്യൂസിക്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, പാറ്റേൺ ഡ്രിൽസ് ആർ ഇമ്പോർട്ടന്റ്. ഏതാണ് അതിൽ മാച്ച് ആവാത്തത്? ഓപ്ഷൻ ബി ആണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്താണ്? റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിന്റെ രീതിയാണ്. ഓക്കെ, 138. The correct passive form of the sentence Kiran married Jane is Jane was married by Kiran, Jane was married to Kiran, Jane was being married to Kiran, Jane was being married by Kiran. ഏത് വരും ആൻസർ? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. Jane was married by Kiran. അതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 139. Which of the following is useful for developing speaking skills? സ്പീക്കിംഗ് സ്കിൽസിന് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏതാണ്? റോൾ പ്ലേ, ഡിക്റ്റേഷൻ, റൈറ്റിംഗ് കോമ്പോസിഷൻ, മേക്കിംഗ് ഫ്ലാഷ് കാർഡ്സ്. ഏതാണ്? റോൾ പ്ലേ ആണ് വരുന്നത്. അപ്പം എന്താണ് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ യൂസ്ഫുൾ ആയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റോൾ പ്ലേ ആണ്. 140. Fill in suitably. Gina has been watering the plants dash 5 p.m. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന പ്രിപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സിൻസ്, ഫോർ, ഫ്രം, അറ്റ്. അപ്പൊ നമുക്കറിയാം ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് തരുന്നുണ്ടെങ്കിൽ അവിടെ സിൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം 140യുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത 141. Which of the following is a structural word? സ്ട്രക്ചറൽ വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ വേർഡും അതേപോലെ കോണ്ടന്റ് വേർഡ്സും പഠിച്ചിട്ടുണ്ട്. വിങ്സ്, ബിക്കോസ്, മന്ത്സ്, ലേറ്റർ. ഏത് വരും? ബിക്കോസ് ആണ് വരുന്നത് അല്ലെ. ബിക്കോസ് ആണ്. ബാക്കി എല്ലാം എന്താണ്? കോണ്ടന്റ് വേർഡ്സ് ആണ്. വിങ്സ് ആണെങ്കിലും മന്ത്സ് ആണെങ്കിലും ലേറ്റർ ആണെങ്കിലും ഒക്കെ എന്താണ്? കോണ്ടന്റ് വേർഡ്സ് ആണ്. ബാക്കി അതിന് സ്ട്രക്ചറൽ വേർഡ് ആയിട്ട് വരുന്നത് ബിക്കോസ് മാത്രമാണ്. ഓക്കെ, 142. Which of the following is not true about the bilingual method of teaching? Bilingual method of teaching ട്രൂ അല്ലാത്തത് ഏതാണ്? The unit of teaching is the sentence and the students practice sentence pattern. The teacher doesn't need to create artificial situations to explain the target language. The teacher uses the learner's native language to explain the meaning of words. The method stresses the rote memorization of words and rules of grammar. അപ്പൊ എന്താണ് ബൈലിംഗൽ മെത്തേഡിനെ
പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ദ ടീച്ചർ യൂസസ് ദ ലേണേഴ്സ് നേറ്റീവ് ലാംഗ്വേജ് ടു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ വേർഡ്സ്. ബൈലിംഗൽ മെത്തേഡിൽ എപ്പോഴും എന്താണ്, നമുക്ക് നേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യാം, കുട്ടിക്ക് മനസ്സിലായില്ല എങ്കിൽ മാത്രം. മാക്സിമം ടീച്ചർ എന്ത് ചെയ്യണം, ടാർഗറ്റ് ലാംഗ്വേജിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കുട്ടിക്ക് മനസ്സിലായില്ല എങ്കിൽ മാത്രമാണ് നമ്മളവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, മദർ ടങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ മാച്ച് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 143. Who is the advocate of zone of proximal development? Lev Vygotsky, James Usher, Leonard Bloomfield, CJ Dodson. ആരാണ് വരുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD-യുടെ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? ലേ വൈഗോട്സ്കി ആണ്. ഓക്കെ, 144. Who put forward the monitor theory? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. മോണിറ്റർ തിയറി, ഇൻപുട്ട് ഹൈപ്പോത്തസിസ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? സ്റ്റീഫൻ ക്രേഷൻ ആണ് അല്ലെ. ജോൺ ഡൂയി ഉണ്ട്, മൈക്കിൾ ഹാലഡേ ഉണ്ട്, അതുപോലെ എഡ്വേർഡ് സാപ്പർ ഉണ്ട്. ആരാണ് മോണിറ്റർ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സ്റ്റീഫൻ ഡി ക്രേഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 145. Which of the following is not a principle of social constructivism? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? Knowledge is constructed through human activity. Learning is contextual. Every conversation carries the possibility to gain new knowledge. Learning occurs through reinforcement and punishment. ഇപ്പൊ എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. ലേണിംഗ് occurs through reinforcement and punishment. ഓക്കെ, 146. Babies from birth 2 years of age uses their senses and bodily movements to understand the world around them. What stage of development is this according to Jean Piaget? അപ്പൊ ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ 2 വയസ്സ് മുതൽ 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ എന്താണ്, അവരുടെ സെൻസസും അതേപോലെ തന്നെ ബോഡി മൂവ്മെന്റ്സും എന്താണ്, ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൌണ്ട് ദം. ബോഡി മൂവ്മെന്റ്സ് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ, അതായത് അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പിയാഷെ സംബന്ധിച്ച് ഇത് ഏത് സ്റ്റേജ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോമൽ ഓപ്പറേഷണൽ. ഏത് വരും? ഓപ്ഷൻ എ ആണ്, സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. നെക്സ്റ്റ് 147. ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ. അഗെയിൻ പ്രിപ്പോസിഷന്റെ ക്വസ്റ്റൻ ആണ്. എന്താണ്? I fix the light dash a screwdriver by width of 2. എന്താണ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്? എന്താണ്? ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇൻസ്ട്രുമെന്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഏതാണ്? വിത്ത് ആണ് അല്ലെ. I fix the light with a screwdriver അല്ലെ. യെസ്, ഓക്കെ, വിത്ത് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ബ്രാവോ, യു വോൺ ഡാഷ്. അപ്പൊ യു വോൺ എന്നാണ് നമ്മുടെ സെന്റൻസ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് വരുന്നത്? വോൺ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ടാഗ് എന്തായിരിക്കും വരുന്നത്? ഡിഡിന്റ് യു ആയിരിക്കും വരുന്നത് അല്ലെ. വോൺ എന്ന് പറയുന്നത് എന്താണ്? ഡിഡ് പ്ലസ് വിൻ ആണ് വോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഡിഡ് കിട്ടി, സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആണ്. സോ അതുപോലെ പ്രോനൗൺ യു ആയതുകൊണ്ട് തന്നെ ഡിഡിന്റ് യു വരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 149. One of the following methods of teaching makes use of specialized teaching material called Fidel charts. What is that method? അപ്പം ഏതോ ഒരു ടീച്ചിങ് മെത്തേഡിൽ ഫിഡൽ ചാർട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ്? കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, ദി സൈലന്റ് വേ, ഡയറക്റ്റ് മെത്തേഡ്. ഫിഡൽ ചാർട്ട്സ് യൂസ് ചെയ്യുന്ന ഏതിലാണ്? സൈലന്റ് വേയിലാണ് അല്ലെ. സൈലന്റ് വേയിലാണ് നമ്മൾ ഫിഡൽ ചാർട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which word does not contain the sound oo? Oo സൗണ്ട് വരാത്തത് ഏതാണ്? ഫുഡ്, ഫ്ലൂ, പുൾ, ട്രൂത്ത്. അപ്പൊ ആ വേർഡ്സ് നമ്മളൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഊ എന്നുള്ള സൗണ്ട് വരാത്തത് ഏതിലാണ് വരുന്നത്? പുള്ളിലാണ്. പുൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ബാക്കി ഫുഡ് അവിടെ ഊന്ന് വരുന്നുണ്ട്, ഫ്ലൂ ഊ വരുന്നുണ്ട്, ട്രൂത്ത് അവിടെ എന്താണ്? ഊ വരുന്നുണ്ട്. അപ്പൊ ഊ സൗണ്ട് ഇല്ലാത്ത ഏതിൽ മാത്രമാണ്? ഓപ്ഷൻ സിയിൽ മാത്രമാണ് ഊ സൗണ്ട് വരാറ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിന്റെ ഇനി സൈക്കോളജിയും അതേപോലെ സയൻസും സോഷ്യൽ സയൻസും ഒക്കെ ആയിട്ട് മറ്റു വീഡിയോസിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.